ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങനെ വീട്ടിൽ എത്തിയിരിക്കുവാണേ. നമുക്കൊരു 3 ദിവസം ഇവിടെ കാണും. സാറ്റർഡേ, സൺഡേ, മൺഡേ നമുക്കൊരു കല്യാണമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോവാട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്ന് വീട്ടിലാണുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോഴത്തേന് എനിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു. മീൻസ് സാരിയാണ് വേണ്ടത്. നമുക്ക് ഒരു ആവശ്യം വരുന്നുണ്ട്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മമ്മിയുടെ കബോർഡ് ചുമ്മാ ഒന്ന് തപ്പിയപ്പോഴത്തേന് എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാരികളാണ്. ബാക്കി ഞാൻ വേറെ സാരികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് എറൗണ്ട് ഒരു എത്ര വർഷമാണ്, ഒരു 25 ഇയേഴ്സ് എങ്കിലും പഴക്കം ഉള്ള ഒരു സാരിയാണ് ഇത്. എന്താ അത്ര പഴക്കം എന്ന് കറക്റ്റായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ പല്ലു പോർഷൻസ് കാണിച്ചു തരാവേ. എന്താ അത്ര പഴക്കം ഇത്ര കറക്റ്റായിട്ട് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും കല്യാണത്തിന് അമ്മച്ചിക്ക് പപ്പ വാങ്ങിക്കൊടുത്തൊരു സാരിയാണ്. അമ്മച്ചി അത് മമ്മിക്ക് കൊടുത്ത്, മമ്മി അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നൊരു സാരിയാണ്. അപ്പോൾ മമ്മിയുടെ നിന്ന് ഞാനിപ്പോൾ ഇതിങ്ങനെ എടുക്കുവാണ്. ഒരു ഇഷ്ടം തോന്നിയിട്ട്. അപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് മടക്കാൻ അറിയത്തില്ലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാം. ഇത് ഒരു 5 ഇയേഴ്സ് അത്രയൊക്കെ കാണുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മമ്മിക്ക് വേണ്ടിയിട്ട് ഞാനും പപ്പയും കൂടെ പുറത്ത് പോയപ്പോൾ വാങ്ങിയൊരു സാരിയായിരുന്നു. ഇതും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു സൂപ്പർ കോട്ടൺ സാരി കേട്ടോ. എന്ത് സുഖമാണെന്നറിയാം. ഇത് തിരിച്ചാട്ടോ മടക്കി വെച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതാണ് കണ്ടോ, തിരിച്ച് മടക്കി വെച്ചേക്കുന്നത്. കാരണം എനിക്കിത് അറിയില്ല എങ്ങനെ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു വന്നത്, ഇതൊരു സൂപ്പർ കോട്ടൺ സാരിയാണ്. ഇത് പപ്പയുടെ സിസ്റ്റർ മമ്മിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. ഇതിൻ്റെ പല്ലു പോർഷനൊന്നും കാണുന്നില്ല. ഞാനേ ഉടുക്കുമ്പോൾ നിങ്ങൾക്ക് പല്ലുമൊക്കെ കാണിച്ചു തരാം. എനിക്കിത് അറിയില്ല. ഈ സാരി നിവർത്തിയിട്ടുള്ള പരിപാടി എനിക്ക് അറിയത്തില്ല. അതെ ഇവിടെങ്ങാണ്ടുണ്ട്. അതെ, ഇതാണ് പല്ലു. ഇതിൻ്റെ അകംവശം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ, ഇതാണ് അകംവശം. കണ്ടോ, ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എന്തൊരു സുഖമാണെന്നറിയോ. ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ ചൂടാന്ന് പറയുന്നവർക്ക് ഞാൻ ഈ സാരി കൊടുക്കും. എന്നിട്ട് ഞാൻ കൊടുത്ത് നോക്ക്, ചൂടുണ്ടോ എന്ന് നോക്ക് എന്ന് പറയാൻ പറ്റുന്നൊരു സാരിയാണ്. നല്ല സൂപ്പർ കംഫർട്ടബിൾ ഒരു സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി കേട്ടോ. പിന്നെ അടുത്തത് ഇത് വന്നിട്ട്, ഇതും മമ്മിയുടെ സാരി തന്നെയാണ്. ഇതിൻ്റെ ഹിസ്റ്ററി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള സാരിയാണ്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പല്ലു. കണ്ടോ, ബോഡി ഫുള്ള് ഈ ഡിസൈൻസ്, പല്ലുവിൽ മാത്രം ഇത്. എന്നിട്ട് ഇങ്ങനെ ബോർഡർ, ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനത്തെ പൂവ്. ഇതാണ് ഈ സാരി. പിന്നെ അടുത്തത് വരുന്നത് ഒരു മെയിൻ സാധനം കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സാരിയാണ്. ഷെയർലി ഇതിങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നൊരു സാരിയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷേർലിയുടെ മന്ത്രകോടിയാണ്. അതായത് എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കല്യാണത്തിന് പപ്പ മമ്മിക്ക് കൊടുത്ത മന്ത്രകോടിയാണ് ഈ സാരി. ഇതും നിവർത്തി, ഒരു മിനിറ്റേ. അതെ, ഇതാണ് പല്ലു പോർഷൻ. ഇത് എന്നെ കൊണ്ട് അങ്ങനെ തൊടിയിക്കാറില്ല. അത് മാത്രമല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അവരുടെ പേഴ്സണൽ സാധനം. നമ്മളതങ്ങനെ തൊടുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഒളിച്ചും പാത്തും ഇതുപോലെ വീഡിയോ എടുക്കുക. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ. ഇതാണ് ബോഡി. കംപ്ലീറ്റ് ബോഡിയിൽ ഇങ്ങനെ ഡിസൈൻസാണ് ഇതിനുള്ളത് കേട്ടോ. അങ്ങനെ സാരി തപ്പൽ കഴിഞ്ഞു. അടുത്ത പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ സാരിയൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴത്തേനും എന്താ, ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത്. എനിക്കത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങോട്ടും ബോറടിക്കുന്നുണ്ട് എനിക്കിവിടെ. കാരണം ഇവിടെ ആരും അങ്ങനെ കൊച്ചു പിള്ളേരൊന്നുമില്ല, സമയം പോകാനുള്ള പരിപാടികളൊന്നുമില്ല. ഫോണിൽ എപ്പോഴും നോണ്ടിയിരിക്കുന്നത് എനിക്കത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. സോ അവനെ കാണണ്ട, അവനെ നമുക്ക് വിളിച്ചുണർത്താവേ. നീരടാ, ഉണര്. ഉറക്കമൊക്കെ പോട്ടെ. അയ്യാ, ഉറക്കമൊക്കെ പോട്ടെ. വിട്ടട്ടാ. നീര്
എണീറ്റ് എണീറ്റ് അങ്ങനെ അവൻ ഉണർത്തി. ഇനി നമുക്ക് വല്ല കഴിക്കാം കേട്ടോ, വിശന്നിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പം ടാറ്റ ബൈ ബൈ, നാളെ കാണാം കേട്ടോ.